ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഒരിക്കൽ കൂടി മഹത്വപ്പെടട്ടെ. ഒരുമിച്ച് ദൈവപാദപീഠങ്ങളിൽ ഇന്ന് രാത്രിയിലായിരിക്കാൻ കർത്താവ് നൽകിയ നല്ല അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി വളരെ പ്രാർത്ഥനയോടെ, വളരെ പ്രതീക്ഷയോടെ ദൈവത്തിലായിരിക്കുകയാണ്. കർത്താവ് നമ്മെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. വലിയ കാര്യങ്ങൾ കർത്താവ് ഈ ദിവസങ്ങളിൽ ചെയ്യുമാറാകട്ടെ. വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിലായിരിക്കാം. സ്തോത്രം. ഒരു വലിയ പ്രസംഗത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. കർത്താവ് എനിക്ക് തന്ന ഒരു ദൂത് നിങ്ങളോട് പറഞ്ഞ് വേഗത്തിൽ സ്പീഡിൽ പ്രാർത്ഥിക്കാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. സ്തോത്രം. വായിക്കാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് വരാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. എന്നാൽ ദേശത്ത് മഴ പെയ്യായികയാൽ കുറേ ദിവസം എന്ത് ചെയ്തു? കഴിഞ്ഞ ശേഷം ഇന്ന് രാത്രി തോട് പറ്റി ആരെങ്കിലും ഇതിനകത്ത് ഇരിപ്പുണ്ടോ? തോടുകൾ പറ്റി ആരെങ്കിലും ഇരിപ്പുണ്ടോ? കുറേ ദിവസം കഴിഞ്ഞാൽ, കുറച്ച് ദിവസം കഴിഞ്ഞാൽ തോട് പറ്റും അല്ലേ? മഴയില്ലെങ്കിൽ, കുറച്ച് നാൾ മഴയില്ലെങ്കിൽ ഏത് തോടും പറ്റും അല്ലേ? ശരിയാണോ ഇല്ലേ? ഇന്ന് രാത്രി കർത്താവ് പറയുന്നു നിന്റെ വറ്റിയ തോടുകൾ ഞാൻ നിറയ്ക്കാൻ പോവാ. നിന്റെ വറ്റിയ തോടുകൾ കുറേ ദിവസമായില്ലേ മഴ പെയ്തിട്ട്, ഇന്ന് രാത്രി ദൂതിതാണ്. നീ വായി തുറന്ന് പറഞ്ഞാൽ ചില വാതിലുകൾ തുറക്കാൻ റെഡിയായി കഴിഞ്ഞു. നീ വായി തുറന്ന് പറയുന്ന രാത്രി ഏതൊക്കെയോ തോടുകൾ രാത്രി ഞാൻ പ്രസംഗിക്കുമ്പോഴും വറ്റിക്കിടക്കുന്നു. കർത്താവ് ഇന്ന് രാത്രി പറയുന്നു, നിന്റെ വറ്റി ഉണങ്ങിയ അവസ്ഥ ഇന്ന് രാത്രി കർത്താവ് ചേഞ്ച് ചെയ്യാൻ പോവാ. തോട് വറ്റിക്കിടക്കുന്നവർക്കേ ഇത് മനസ്സിലാകത്തുള്ളൂ. തോട് വറ്റിക്കിടക്കുന്നവർക്കേ ഇത് ഏറ്റെടുക്കാൻ പറ്റത്തുള്ളൂ. തോട് വറ്റിക്കിടക്കുന്നവരെ ഇതിനോട് പ്രതികരിക്കത്തുള്ളൂ. ഇതെന്റെ ദൂതാവ് പിടിക്കത്തുള്ളൂ. ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, ഞാൻ അതിനെ നിറയ്ക്കാൻ പോകും. ഇവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെ, ദേശത്ത് മഴ പെയ്യായകയാൽ അതിന് തൊട്ട് മുമ്പിലൊരു വാക്കുണ്ട്, എന്നാൽ അല്ലേ? എന്നാൽ എന്തോ എന്നാലിൻ്റെ അർത്ഥം? എന്നാലിൻ്റെ അർത്ഥം എന്തുവാ? എന്താ എൻ്റെ അർത്ഥം? ഇപ്പം നിലവിലൊരു കാക്ക വരുന്നുണ്ട്. നിലവിലേതോ കാക്ക ഉണ്ട്. ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, നിന്റെ ഭാവി കാക്കയുടെ ചുണ്ടത്തിരിക്കുന്ന അപ്പക്കഷ്ണത്തിൽ തീരത്തില്ല.
അടുത്ത ലെവലിലേക്ക് നീ കയറുക ഇന്ന് രാത്രി. അടുത്ത ലെവലിലേക്ക് ഒരു സാരപാത്രം നിനക്ക് വേണ്ടി തുറക്കുന്നു. ഒരു സാരപാത്രം നിനക്ക് വേണ്ടി തുറക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം. കാക്ക വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട്, അല്ലേ, കാക്ക വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നീ ഇപ്പം ഈ തോട്ടിൻ്റെ അരികിൽ ഇരിക്കുന്നത്, അല്ലേ? ഈ തോട്ടിൽ നിന്ന് വെള്ളം കുടിക്കാം. പക്ഷെ ഇത് വറ്റിയാൽ, ഈ വരവ് നിന്നാൽ നിന്റെ അവസ്ഥ ദയനീയമാണ്. ആലോചിച്ചിട്ടുണ്ടോ? ആലോചിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി അടുത്ത ദൂത് പിടിച്ചോ. കർത്താവിന് നിന്നെക്കുറിച്ച് വിചാരമുണ്ട്. അടുത്തെന്താണെന്ന് നിനക്കറിയില്ല, പക്ഷെ കർത്താവിന് അറിയാം. അടുത്ത് നിന്നെ എങ്ങനെ പോറ്റണമെന്ന്. ഇന്ന് രാത്രി ദൂത് ഞാൻ ഇവിടെയൊക്കെ കയറുന്നതിന് മുമ്പ് ഞാൻ റെഡി ആയിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ഈ ദൂത് ദൈവാത്മാവ് എൻ്റെ കയ്യിലോട്ട് തരുന്നേ. ഞാൻ ഈ പ്രാർത്ഥന, രാവിലത്തെ പ്രാർത്ഥന കഴിഞ്ഞ മുതൽ പ്രാർത്ഥിക്കുക. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് ഇന്ന് രാത്രി എന്നോട് ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ നിനക്ക് എന്താണെന്നറിയില്ല, അല്ലല്ലേ? എന്നാൽ അടുത്ത നിൻ്റെ മുമ്പിൽ ക്വസ്റ്റ്യൻ മാർക്കാ. പക്ഷെ ആ ക്വസ്റ്റ്യൻ മാർക്കിന് ആൻസർ, അഥവാ ഫില്ലിങ് ദ ബ്ലാങ്ക്സ് എന്ന് പറഞ്ഞ് നീ കുത്തിട്ടിരിക്കുന്ന ആ ഭാഗം ഇന്ന് രാത്രി കർത്താവ് ഫില്ല് ചെയ്യാൻ പോകുന്നു. കർത്താവ് ഫില്ല് ചെയ്യാൻ പോകുന്നു. അയ്യോ, പിടിച്ചോ. ആരുടെയൊക്കെ ലൈഫിൽ ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, നീ അറിയാത്ത സാരപാത്രം നിനക്ക് വേണ്ടി തുറക്കുന്നു. കർത്താവ് എന്നോട് ഇങ്ങനെ പറയുന്നു, എന്നും നീ ദൈവത്തിൻ്റെ അഭിഷിക്തനാണെങ്കിൽ, നീ ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ, നിന്റെ മേലൊരു വിളി ഉണ്ടെങ്കിൽ, നീ ദൈവശബ്ദം കേൾക്കുന്ന വ്യക്തിയാണെങ്കിൽ, എന്നും കാക്കയുടെ എച്ചിൽ തിന്നാൻ ദൈവം. മനസ്സിലായോ? കാക്കയുടെ ചുണ്ടത്തിരിക്കുന്നത് തിന്നാനല്ല. അവിടം കൊണ്ട് നിന്റെ ലൈഫ് തീരില്ല. നീ എന്ത് തിന്നണമെന്ന് തീരുമാനിക്കുന്നത് ഒരു കാക്കയല്ല. നീ എന്ത് കുടിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഈ തേനല്ല. ഇനി ദൂത് ഇത് മൊത്തം ദൂതാ. ഞാൻ ഈ ഭാഗം എത്ര വട്ടം പ്രസംഗിച്ചെന്ന് എനിക്കൊരു അറിയത്തില്ല. പക്ഷെ ഇതുവരെ പറയാത്ത ചില കാര്യങ്ങളാണ് ഇന്ന് രാത്രി ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ, അല്ലേ? കാക്കയോട് ചോദിച്ചാൽ കാക്ക പറയും ഇന്ന അടുക്കളയിൽ നിന്നാണ് ഞാനിത് എടുത്തോണ്ട് വന്നേ. തോടിനോട് ചോദിച്ചാൽ തോട് പറയും ഇന്ന കടലിൽ നിന്നാ, അല്ലെങ്കിൽ ഇന്ന പാറയിൽ നിന്നാ, അല്ലേ, ഇന്ന പർവ്വതത്തിൽ നിന്നാ, ഇന്ന ഇടത്തുനിന്നാണ് ഞാൻ ആരംഭിക്കുന്നേ, അല്ലേ? കാക്ക കൊണ്ടുവരുന്ന അപ്പത്തിന് ഇറച്ചിക്കും പറയാനുണ്ട്, ഞങ്ങൾ ഇന്ന കിച്ചണിൽ പാകം ചെയ്തതാ. ആണോ? സാരവാത്തിലെ വിധവയുടെ വീട്ടിനകത്തെ കലത്തിനകത്തും ഭരണിയിലെ എണ്ണയും വർദ്ധിച്ചപ്പോ വിധവയ്ക്ക് പോലും അറിയുന്നില്ല ഇതെവിടെന്നാണ്. പക്ഷെ പ്രാർത്ഥിക്കുന്നവരറിയാം ഇത് സ്വർഗ്ഗത്തിൽ നിന്നാ.
കർത്താവ് ഇന്ന് രാത്രി പറയുന്നു, വല്ലോരുടെയും വീട്ടിലെ അടുക്കളയിലെ അപ്പവും ഇറച്ചിയും തിന്നുന്നത് കൊണ്ട് തീരത്തില്ല നിന്റെ ലൈഫ്. അങ്ങവിടുന്ന് ഒഴുകിത്തുടങ്ങിയ തോട്ടിലെ വെള്ളം കുടിച്ച് ജീവിതം മുന്നോട്ട് കഴിക്കുന്ന ഗതികേടിലേക്ക് ദൈവം നിന്റെ ലൈഫിനെ കൊണ്ടുപോകത്തില്ല. നീ അറിയാത്ത വഴി, നിനക്കൊരുത്തരം കിട്ടാത്ത രീതിയിൽ എന്റെ ദൈവം അത്ഭുതകരമായി നിന്നെ പോറ്റത്തക്ക രീതിയിൽ സ്വർഗത്തിൽ നിന്ന് നീ അറിയാത്തൊരു ഇസ്രായേൽ മക്കളോട് ചോദിച്ചേ, ഇസ്രായേൽ മക്കൾ പറയും, സാക്ഷ്യം പറയാൻ അവസരം കൊടുത്താൽ അവർ പറയും, മിസ്രൈമിലായിരുന്നപ്പം എവിടെ നിന്നാ നിങ്ങൾക്ക് ഇറച്ചി കിട്ടിയേ? മിസ്രൈമിൻ്റെ തൊട്ടിന്നാ, അല്ലേ? മിസ്രൈമിൻ്റെ അടുക്കളയിന്നാ. ശരിയല്ലേ? മരുഭൂമി കിടന്ന് അപ്പം ഇറച്ചി വേണമെന്ന് പറഞ്ഞപ്പം കയ്യെത്തി പിടിക്കത്തക്ക രീതിയിൽ കാടപ്പക്ഷിയും അതിരാവിലെ പ്രഭാതത്തിൽ ആമൻ കൂടാരത്തിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ ചെതുമ്പലിന്റെ മാതിരി ഒരു സാധനവും മുറ്റത്ത് കിടക്കുന്നു. ഇത് എവിടെന്നാ വന്നേന്ന് ഇവർക്ക് ഒരു പിടിയുമില്ല. പക്ഷേ ബൈബിളിൽ മറ്റൊരിടത്ത് ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു, സ്വർഗത്തിലെ ശക്തന്മാർ മാത്രം ഭക്ഷിച്ചു കൊണ്ടിരുന്ന മന്ന തന്റെ ജനത്തിന് വർഷിപ്പിച്ചു കൊടുത്ത ദൈവം ഒന്ന് കൈ ഉയർത്തി ഉപയോഗിച്ചേ. ഇത്ര ഉയരത്തുള്ളോ? ഇത്ര ഉയരത്തുള്ളോ? ഇനി ഉയർത്താൻ പറ്റുമോ? ഇനി ഉയർത്താൻ പറ്റുമോ? ഇനി ഉയർത്താൻ പറ്റുമോ? പറ്റത്തില്ലല്ലോ. ആ റേഞ്ചിൽ നിന്റെ നന്മ വന്ന് നിൽക്കുക. നിനക്ക് എത്തിപ്പിടിക്കത്തക്ക രീതിയിൽ. ചിലർക്ക് കൈ നീളം കുറവാ, പക്ഷെ അതിനനുസരിച്ച് നിനക്ക് വേണ്ടത് ഇന്ന് രാത്രി വന്ന് നിൽക്കുക. വിശ്വാസത്താൽ പിടിക്കുക, വിശ്വാസത്താൽ പിടിക്കുക. ഇന്ന് രാത്രി നീ അറിയാത്തടത്തുന്നത് ഞാൻ പിടിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ വിശ്വാസത്താൽ പിടിക്കുന്നു. കെവിനോട് പറഞ്ഞാൽ കെവിൻ ചാടും. കെയിനോട് പറഞ്ഞാൽ കസേരയുടെ മേളിൽ കയറി നിന്ന് പിടിക്കും. ശാന്താൻ്റിയോട് പറഞ്ഞാൽ പറയും, പാസ്റ്ററെ ഇത്രേ പറ്റത്തുള്ളൂ, പാസ്റ്ററെ കാലൊന്നും വയ്യ പാസ്റ്റർ. നിനക്ക് പിടിക്കാൻ പറ്റത്തക്ക റേഞ്ചിൽ, നിനക്ക് പിടിക്കാൻ പറ്റത്തക്ക രീതിയിൽ നീ ഇരുന്നു കൊണ്ട് പിടിച്ചാൽ അതുപോലെ, നീ ചാടി പിടിച്ചാൽ അതുപോലെ, പിടിക്കാൻ പറ്റത്തക്ക നിലയിൽ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം വെറുതെ കേട്ടിരിക്കല്ലേ. വിശ്വാസത്താൽ കാണ്, വിശ്വാസ കണ്ണു തുറന്ന് കാണ്. നിനക്ക് വേണ്ടത് നിന്റെ കൈയെത്തി പിടിക്കത്തക്കവണ്ണം നിൽക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. ചില കാടപ്പക്ഷികളെ കൊണ്ടുവരാൻ ഒരു കിഴക്കൻ കാറ്റടിച്ചതുപോലെ, ഒരു കാറ്റടിച്ചതുപോലെ ഇന്ന് രാത്രി ആർക്കൊക്കെയോ വേണ്ടി സ്വർഗത്തിലുള്ള ഒരു കാറ്റ് ഈ ചില ചർച്ചകളിൽ മീറ്റിങ്ങിന് പോകുമ്പോൾ വചനം സംസാരിക്കാൻ നിൽക്കുമ്പോൾ ഭയങ്കര രസമാണ് പ്രസംഗിക്കാൻ. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്.
കാര്യം എന്തെന്നറിയോ, ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ ശുശ്രൂഷ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. വിശ്വാസികളെല്ലാം കൂടെ ഇങ്ങനെ ഫ്രണ്ടിൽ വന്ന് നിൽക്കും. തീർന്നത് വെറുതെ ഞാൻ പറയുന്നതല്ല, ആക്ഷനോടെ ചാടിപ്പിടിക്കും. ചില യൗവനക്കാരന്മാർ, ചില അമ്മച്ചിമാർ, ചില അപ്പച്ചന്മാർ ചാടിപ്പിടിക്കും. ചാടി ഇങ്ങനെ പിടിച്ച കിട്ടുമെന്നല്ല പറയുന്നേ, പക്ഷെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി, വിശ്വാസത്തിൻ്റെ പ്രവൃത്തി. ഇന്ന് രാത്രി അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ തോന്നുന്നെങ്കിൽ ചെയ്തോ. ഇതിനകത്ത് അതിനത്ര സ്വാതന്ത്ര്യമുണ്ട്. ഇന്ന് രാത്രി ചാടി പിടിച്ചോ, വിശ്വാസത്താൽ പിടിക്ക്, വിശ്വാസത്താൽ പിടിക്ക്. ഇന്ന് രാത്രി ഇത് നിനക്കുള്ള ദൂത കാറ്റ് വീശി തുടങ്ങിയിട്ടുണ്ട്. ഒരാമേൻ പറയാൻ പറ്റുമോ? ഒരു പിടിയില്ല മഞ്ഞ എവിടെ നിന്നാണ് വന്നതെന്ന്. ഒരു പിടിയില്ല ഈ കാടപ്പക്ഷി എവിടെ നിന്നാണ് വന്നതെന്ന്. വല്ല പിടിയുണ്ടോ? വല്ല അറിവുണ്ടോ? മിസ്രൈമിലായിരുന്നപ്പോൾ ഇറച്ചി കിട്ടിയത് എവിടെ നിന്നാണെന്ന് അറിയാമായിരുന്നു അല്ലേ? അല്ലേ? മഞ്ഞ കിട്ടുന്നത് എവിടെ നിന്ന് ഒരു പിടിയില്ല. ഈ കാടപ്പക്ഷി എവിടെ നിന്ന് വന്നെന്ന് ചോദിച്ചതേ ഓർമ്മയുള്ളൂ. ഇന്ന് രാത്രി പിടിച്ചോ. പ്രാർത്ഥിക്കുന്ന ഏതൊക്കെ വിഷയത്തിൽ പ്രാർത്ഥിച്ചതേ ഓർമ്മയുള്ളൂ. എവിടെ നിന്ന് വന്നെന്ന് ഒരു പിടിയില്ല. ആ രീതിയിൽ ഇന്ന് രാത്രിയിൽ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ പോകുന്ന ചിലതൊക്കെ ഇന്ന് രാത്രി കയറി പിടിച്ചോ. നിനക്ക് വേണ്ടതൊക്കെ കയറി പിടിച്ചോ. ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു, ഈ ഫാനിൻ്റെ താഴെ ചിലത് വന്ന് നിങ്ങൾ നിൽക്കുന്നത് പോലെ ഞാനത് വിശ്വാസത്താൽ കാണുന്നു. നിങ്ങൾക്ക് പിടിക്കത്തക്ക വണ്ണം അത് വന്ന് നിൽക്കുന്നത് പോലെ ഇന്ന് രാത്രി കർത്താവ് എന്തൊക്കെയോ ശ്രീജി ബ്രദർ എപ്പോഴും പറയും സൗണ്ട് സിസ്റ്റം വേണം. വേണ്ടേ? തോന്നിക്കുന്നുണ്ട്. പിടിച്ചോ, പിടിച്ചോ. വീട് വേണോ? പിടിച്ചോ. അഭിഷേകം വേണോ? എന്ത് വേണം? ആൻറ്റി ചിന്തിച്ചിട്ടുണ്ടോ? ആൻറ്റി ചിന്തിച്ചിട്ടുണ്ടോ? തൊഴിലുറപ്പ് കഴിഞ്ഞ് എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? തൊഴിലുറപ്പ് തീർന്ന എന്ത് ചെയ്യുന്നു ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഞാൻ പറയാം, കർത്താവിനറിയാം എന്ത് ചെയ്യുന്നു. നമുക്കൊക്കെ എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്തൊരവസ്ഥ വന്ന എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയാം, കർത്താവിനറിയാം, കർത്താവിനറിയാം. നീ അറിയാത്തടത്തുനിന്ന് ചിലത് വരും. നീ അറിയാത്തടത്തുനിന്ന് ചിലത് വരും. ലോകമനുഷ്യൻ പറയും എനിക്ക് ഇൻഷുറൻസ് ഉണ്ട്. ലോകമനുഷ്യൻ പറയും എനിക്ക് FD ഉണ്ട് അല്ലേ? ലോകമനുഷ്യൻ പറയും ഞാൻ വാടകയ്ക്ക് വീട് കൊടുത്തിട്ടുണ്ട്. ലോകമനുഷ്യൻ പറയും ഞാൻ പലിശയ്ക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നവൻ പറയും ദൈവം കരുതിക്കൊള്ളും, ദൈവം നോക്കിക്കൊള്ളും. അബ്രഹാമോട് ചോദിച്ചാൽ അബ്രഹാം പറയും ദൈവം നോക്കിക്കൊള്ളും. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഇസഹാക്ക് പറയും, ഒരു കൊച്ചു പയ്യൻ പറയുന്നു നോക്കണേ, അപ്പനില്ലാത്ത വിചാരമല്ലേ മോനെ അല്ലേ? അപ്പം പറഞ്ഞോ മോനോടിത്? കൂടെ കുറച്ച് ബാലന്മാർ അല്ലെങ്കിൽ ബാല്യക്കാരുണ്ടായിരുന്നല്ലോ, അവരോട് പറഞ്ഞോ തീയുണ്ട്, കത്തിയുണ്ട്, വിറകുണ്ട്, യാഗവസ്തു എവിടെയെന്ന് ചോദിച്ചോ? അപ്പനും കൂടെയുള്ള ജോലിക്കാരും ചോദിക്കാത്ത ചോദ്യം ഇവൻ ചോദിച്ചു. ഓ, ഇതൊരു പുതിയ വെളിപ്പാടാ. മോൻ ചോദിക്കാൻ മേളിച്ചെന്ന് എന്ത് ചെയ്യാനാ പോണേ അല്ലേ? ശരിയല്ലേ? അപ്പോൾ ശ്രീജി ബ്രദറോ നമ്മുടെ ശിവൻകുട്ടി ഞങ്ങളോ ജോലിക്ക് പോവാ, രാവിലെ ഇറങ്ങി ജോലിക്ക് പോവും. ജോലി സ്ഥലത്ത് ചെല്ലുമ്പോൾ ആലോചിക്കണം, അയ്യോ പണിയായതെടുത്തില്ല. അപ്പോൾ കൺട്രാക്ട് ചോദിക്കും എന്തിനാ വന്നേ?
ചോദിക്കില്ലേ? എന്തിനാ വന്നേ? പാൻറ് ഷർട്ട് ഇട്ട് രാവിലെ ഇങ്ങനെ വന്ന് എന്തിനാ? അതുപോലെ ഇസഹാക്ക് ചോദിച്ചേ, എന്തിനാ മേളിച്ചെന്ന്, എന്തിനാ പോന്നേ? അവിടെ എത്തുമ്പോ യാഗവസ്തു വേണ്ടേ? എന്ത് ചെയ്യും? പക്ഷെ ആ മോനറിയാത്ത ഒന്ന് അപ്പനറിയാം. അപ്പൻ പറഞ്ഞു, ദൈവം നോക്കിക്കൊള്ളും. ബൈബിളിൽ എവിടെയും എഴുതി വെച്ചിട്ടുണ്ടോ ഈ ആട്ടുംകൊറ്റൻ എവിടെ നിന്ന് വന്നെന്ന്? ഉണ്ടോ? ഒരൊറ്റ ഇടത്തില്ല ബൈബിളിൽ ഈ ആട്ടുംകൊറ്റൻ എവിടെ നിന്ന് വന്നെന്ന്. അബ്രഹാം പറഞ്ഞെന്താ? ദൈവം നോക്കിക്കൊള്ളും. നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നീ എന്താണോ ഇന്ന് പറയുന്നത് അത് തന്നെ നീ കാണും. സാഹചര്യം മൊത്തം മോശമാ, വല്ലാത്ത അവസ്ഥയിലൂടെ ഇന്ന് പോന്നേ. പക്ഷെ ദൈവം നോക്കിക്കോളും. ദൈവം നോക്കിക്കൊള്ളും. ദൈവം നോക്കിക്കൊള്ളും. ആരാ? എൻ്റെ ഭർത്താവ് നോക്കിക്കൊള്ളുമെന്നാണോ? എൻ്റെ ഭാര്യ നോക്കിക്കൊള്ളുമെന്നാണോ? മക്കള് നോക്കിക്കൊള്ളുമെന്നാണോ? നാട്ടുകാർ നോക്കിക്കൊള്ളുമെന്നാണോ? ഗവൺമെൻറ് നോക്കിക്കൊള്ളുമെന്നാണോ? ചിന്തിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് രാത്രി പ്രസംഗമൊക്കെ നിർത്തിയിട്ട് ഇന്ന് ദിവസം കരയാൻ തോന്നുവാ എനിക്ക്. സ്തോത്രം. പറ. ഈ ദൂതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമക്കളെ, ദൈവം നോക്കിക്കൊള്ളും. നീ കാണാത്ത വഴി, നീ അറിയാത്ത വഴി. പലപ്പോഴും ഈ വാക്ക് ഉയർന്നു വന്നില്ലേ, എന്നാൽ എന്തു ചെയ്യും അല്ലേ? ആ വരുമാനം നഷ്ടപ്പെട്ടാൽ എന്തു ചെയ്യും? ഞാൻ വീണുപോയാൽ എന്തു ചെയ്യും? ഇന്ന് ആശ്രയമായിരിക്കുന്ന ആ ആശ്രയം പോയാൽ എന്തു ചെയ്യും? എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവൻ വിളിച്ചു പറ, ദൈവം നോക്കിക്കൊള്ളും. നിന്നെ നോക്കി ചിരിക്കാൻ കാത്തിരിക്കുന്നവരുടെ മുമ്പിൽ പറ, ദൈവം നോക്കിക്കൊള്ളും. ഒരു ഭാഗത്ത് പിശാച് നിന്ന് പറയാം, മോനിപ്പം നഷ്ടമാവും അബ്രാമേ. അബ്രഹാം പറഞ്ഞു, നോ, ദൈവം നോക്കിക്കൊള്ളും. നിന്റെ തലമുറയുടെ തീരും, നിന്റെ തലമുറയുടെ ഭാവിയുടെ അവസാനിക്കും. വാഗ്ദത്തം ദൂതൊക്കെ എന്തേ അടുത്ത നിമിഷം ചാരമാകും. അവൻ പുതിയ നിയമത്തിൽ അവൻ സ്തോത്രം വിളിച്ചു പറയുന്നു. അബ്രഹാം ഇങ്ങനെ ചിന്തിച്ചു, ഈ ചാരത്തിൽ നിന്ന് വാഗ്ദത്തമുള്ള ഒരു തലമുറയെ എനിക്ക് തിരിച്ചു വരാൻ കഴിയുന്നത് ദൈവമുണ്ട്. ദൈവം നോക്കിക്കൊള്ളും. എൻ്റെ മോൻ ഇവിടെ ചാരമായാലും, എൻ്റെ തലമുറ ഇവിടെ ചാരമായാലും, ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ച് കിട്ടിയതാ, ഒത്തിരി വില കൊടുത്ത് കിട്ടിയതാ, ഒത്തിരി കരഞ്ഞ് കിട്ടിയതാ, 25 കൊല്ലം ചോദിച്ച് കിട്ടിയതാ. അടുത്ത നിമിഷം ചാരമാകാൻ പോകുന്നേ. വിളിച്ചു പറ, ദൈവം നോക്കിക്കൊള്ളും. നിനക്കറിയാം, നിന്റെ ബുദ്ധിക്കറിയാം ഇതെങ്ങനെ നടക്കുമെന്ന്.
ഇന്ന് രാത്രിയിൽ കർത്താവ് പറയുന്നു, നീ അറിയാത്ത വഴി നിനക്ക് വേണ്ടി എവിടെയോ തുറന്നു കഴിഞ്ഞു. ഞാൻ തൽക്കാലം ഇങ്ങനെ പറഞ്ഞു നിർത്താം. നിന്റെ മോറിയ മലയുടെ നീ പുറത്തുനിന്ന് നടന്ന് കയറുമ്പോൾ ഇത് അപ്പുറത്തുനിന്ന് ദൈവത്തിൻ്റെ കരുതലിനെ ദൈവം കരുതി കഴിയുകയാണ്. നീ അറിയാത്ത ഭാഗത്തു നിന്ന് നിനക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ കരുതല്. ഇന്ന് രാത്രി ദൈവമക്കളെ ഞാൻ പറയട്ടെ, ആരെങ്കിലും ചോദിച്ച് വന്നിരുന്നെങ്കിൽ, അല്ലേ, ഈ ആട്ടുംകൊറ്റൻ ആരുടെയെങ്കിലും കൂട്ടത്തിൽ നിന്ന് കൂട്ടം തെറ്റി വന്നതാണെങ്കിൽ ചോദിച്ച് വന്നാൽ എന്ത് ചെയ്യേണ്ടി വരും? ശരിയല്ലേ? എന്താ ദൂതാന്നറിയോ? ഇതിനാരെങ്കിലും അവകാശം ഉണ്ടെങ്കിൽ ഇന്ന് ചിലപ്പോൾ മിണ്ടാതെ നിൽക്കും, നാളെ എന്ത് ചെയ്യും? ചോദിച്ചു വരും. ഇതെൻ്റെതാ. പക്ഷെ ദൈവം കരുതി, ദൈവം കരുതിയതാണെങ്കിൽ അതിന് അവകാശം പറയാൻ ഒരുത്തരും വരത്തില്ല. അത് നീയും നിന്റെ തലമുറയും പ്രാപിക്കും. എൻ്റെ ആടാണ് ശ്രീജിത്ത് ബ്രദർ പിള്ളേരെയും കൊണ്ട് യാഗം കഴിക്കാൻ പോകുന്നെങ്കിൽ ഇത് ഞാൻ അറിഞ്ഞാൽ ഞാൻ വരും, ചോദിച്ചു വരും. ഇതെൻ്റെതാ, ഒന്നെങ്കിൽ അത് താ, അല്ലെങ്കിൽ അതിന് പകരം വിലതാ. പക്ഷെ ദൈവമാണെങ്കിൽ ദൈവമാണ് തരുന്നതെങ്കിൽ, ദൈവമാണ് കരുതുന്നതെങ്കിൽ, എന്തോ ഈ അന്തരീക്ഷം, എന്തോ പരിശുദ്ധാത്മാവ് വേറൊരു ശുശ്രൂഷ ഇന്ന് രാത്രി ഇവിടെ വെളിപ്പെടുന്നു. വേറെന്തോ ഇന്ന് രാത്രി കർത്താവ് ഇതിനകത്ത് ചെയ്യുന്നു. ചില നുറുങ്ങിയ ഹൃദയങ്ങൾ ഇതിനകത്ത് ഉണ്ടാകുന്നു. കാരണം ഹൃദയം നുറുങ്ങിയവർക്ക് അർത്ഥം വചനം ഇങ്ങനെ പറയുന്നു, യഹോവ സമീപസ്ഥൻ. ഞാൻ അറിയുന്നവൻ്റെ സാന്നിധ്യം. ദൈവമക്കളെ, എനിക്ക് പ്രസംഗിക്കാൻ പറ്റുന്നില്ല, എനിക്ക് കരയാനാ തോന്നുന്നേ. ഞാൻ വിശ്വസിക്കുന്നു കഴിഞ്ഞ മാസങ്ങളിൽ വെച്ച ഉപവാസം പോലെ അല്ലായിരിക്കും ഈ ഉപവാസം. കഴിയുമ്പോൾ എന്തൊക്കെയോ ദൈവം ചെയ്യാൻ പോവാ. ആരും അവകാശം പറയാത്ത എന്തോ നിന്നെ കാത്തു കിടക്കുന്നു. ആരും അവകാശം പറയാത്ത എന്തോ നിന്നെ തേടി വരുന്നു. ദൈവത്തിൻ്റെ വലിയ കരുതലുകൾ വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് രാത്രി ആ കരുതൽ നിന്റെ കൺമുമ്പിൽ വെളിപ്പെടുന്നു. നിനക്കറിയില്ലത് എവിടെന്നാണ്. എന്നാൽ ഞാൻ എന്ത് ചെയ്യും? തോട് പറ്റിയാൽ ഞാൻ എന്ത് ചെയ്യും? കാക്കയുടെ വരവ് നിന്നാൽ ഞാൻ എന്ത് ചെയ്യും? ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, സാരഭാത്തുകൾ നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കി കഴിഞ്ഞു. ഒരു സാരഭാത്ത് നിനക്ക് വേണ്ടി ഒരുക്കി കഴിഞ്ഞു. ദേശത്ത് മഴ പെയ്യായികയാൽ കുറേ ദിവസം കഴിഞ്ഞ ശേഷം, അത്രയല്ലേ നിനക്കറിയത്തുള്ളൂ. ഈ കുറേ ദിവസം എന്തെങ്കിലുമൊക്കെ ചെയ്യാം, അല്ലേ? കുറേ ദിവസം അവിടെ നിന്ന് കടം മേടിക്കാം,
കുറേ ദിവസം അവിടുന്ന് അല്പം മേടിക്കാം, കുറേ ദിവസം ചിലരെങ്കിലും സഹായിക്കും. ഈ കുറേ ദിവസം കഴിയുമ്പോൾ എന്ത് ചെയ്യും? ചിന്തിച്ചിട്ടുണ്ടോ? ഈ കുറേ ദിവസം കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഈ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ എന്താ നടന്നേ? തോട് വറ്റിപ്പോയി. തോട് വറ്റിപ്പോയി. കുറേ ദിവസം കഴിയുമ്പോൾ തോട് വറ്റിപ്പോകാം. എന്നാൽ വറ്റിപ്പോകാത്തതും നിലയ്ക്കാത്തതുമായ ഒന്നുണ്ട്. അടുത്ത വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അപ്പോൾ, എപ്പോൾ തോട് വറ്റിയപ്പോൾ, കാക്കയുടെ വരവ് നിന്നപ്പോൾ, മഴയില്ലാതായപ്പോൾ, ആ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ അവന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായി. കാക്ക വരെ നിൽക്കുമായിരിക്കാം, തോട് വറ്റിപ്പോകുമായിരിക്കാം. പക്ഷെ ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, അവൻ നിന്നോട് സംസാരിക്കും. അവൻ നിന്നോട് സംസാരിക്കും. എത്ര കാക്ക നിലച്ചിട്ടും, ഏതൊക്കെ തോട് നിന്റെ മുമ്പിൽ വറ്റിയിട്ടും, ഏതൊക്കെ മഴ നിന്നുപോയിട്ടും, ഇന്നും ദൈവം നിന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, എവിടെയോ എന്തോ നിനക്ക് വേണ്ടി ദൈവം ചെയ്തു കൊണ്ടിരിക്കുന്നു. ഓ, ദൈവത്തിൻ്റെ കൈ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയാതെ വണ്ണം ആർക്കും ബന്ധിക്കാൻ കഴിയില്ല. ഞാൻ ആ വാക്ക് ആവർത്തിക്കുന്നു. ഇന്ന് രാത്രി തൻ്റെ ഭക്തന് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിയാതെ വണ്ണം ദൈവത്തിൻ്റെ കൈയെ കെട്ടാൻ ആർക്കും കഴിയത്തില്ല. അവിടുന്നും ഇവിടുന്നൊക്കെ ബന്ധനങ്ങളും പോരാട്ടങ്ങളും കെട്ടുകളും നിനക്കെതിരെ ഉണ്ടാകാം. പക്ഷെ ഇന്ന് രാത്രി മനസ്സിലാക്കിക്കോ, നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയാതെ ദൈവത്തിൻ്റെ കയ്യെ ബന്ധിക്കാൻ, ദൈവത്തിൻ്റെ ഭുജത്തെ തടയാൻ, ദൈവത്തിൻ്റെ ഭുജത്തെ കെട്ടാൻ ഒരു ഇരുട്ടിൻ്റെ ശക്തികൾക്കും കഴിയത്തില്ല. ഇന്ന് രാത്രി ദൈവം അവർത്തി വെളിപ്പെടുന്നത് ഈ ദിവസത്തിന്റെ ആരംഭ രാത്രി. പിടിച്ചോ 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 പിടിച്ചോ. ആ ദൈവത്തിന്റെ പ്രവൃത്തി ആരിലൊക്കെയോ സംഭവിക്കുന്നു. വിശ്വാസമുണ്ടോ? ദൈവം സംസാരിക്കാൻ തുടങ്ങി. ദൈവം എന്ത് ചെയ്തു? ആമേൻ, ആമേൻ. പണ്ടിരിക്കൽ ഒരു അഭിഷിക്തനോട് ഒരാൾ പറഞ്ഞു, ദൈവം ചത്തുപോയി, ദൈവം മരിച്ചുപോയി. അയാൾ തിരിച്ചു പറഞ്ഞു, നിന്റെ ദൈവം ചത്തുപോയിട്ടുണ്ടാവും. ഞാൻ ഇന്ന് രാവിലെയും കൂടെ സംസാരിച്ചിട്ടാ വന്നേ. എത്ര പേർക്ക് പറയാൻ പറ്റും? എത്ര പേർക്ക് പറയാൻ പറ്റും? ദൈവം സംസാരിക്കുന്നുണ്ട് എന്നോട്. അതിൻ്റെ അർത്ഥം എന്തെന്നറിയോ? നിനക്ക് വേണ്ടി ദൈവം എന്തൊക്കെയോ ചെയ്ത് കൊണ്ടിരിക്കുക. നീ അറിയാത്ത മേഖലയിൽ അത് വെളിപ്പെടുന്നൊരു ദിവസമുണ്ട്, ഒരു ടൈമുണ്ട്. വെയിറ്റ് ചെയ്യ്, വെയിറ്റ് ചെയ്യ്, വെയിറ്റ് ചെയ്യ്.
വെപ്രാളം കാണിക്കാതെ വെയിറ്റ് ചെയ്യേ, ഇച്ചിരി കൂടി വെയിറ്റ് ചെയ്യേ. എവിടെയൊക്കെയോ എന്തൊക്കെയോ ചെയ്യുന്നു അല്ലേ? നല്ല ഫുഡ് കിട്ടണമെങ്കിൽ വെയിറ്റ് ചെയ്യണം. നല്ല ഫുഡ് കിട്ടണമെങ്കിൽ വെയിറ്റ് ചെയ്യണം. പഴയത് വേണമെങ്കിൽ ഇപ്പം കിട്ടും. ഒരാഴ്ചയായത് വേണമെങ്കിൽ ഇപ്പം കിട്ടും. നല്ലത് വേണമെങ്കിൽ ഓർഡർ ചെയ്ത് 5, 10, 15, 20 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും. ആമേൻ. ഉള്ളറകളിൽ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുക. അത് എന്തു പറയുന്നത്, ഒരുങ്ങിക്കൊണ്ടിരിക്കുക. നീ അറിയാത്ത അങ്ങനല്ലേ? ആമേൻ, സ്തോത്രം. അത് ഈ വെളിയിലിരിക്കുന്നവന് കാണാൻ പറ്റത്തില്ല. ആമേൻ. ഈ വെളിയിലിരിക്കുന്നവന് കാണാൻ പറ്റത്തില്ല. അത് അകത്ത് നടക്കുന്ന പ്രോസസ്സിംഗ്. അത് അകത്ത് നടക്കുന്ന പ്രോസസ്സിംഗ്. ആ പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആകുമ്പം മുന്നിലെത്തും. ആമേൻ. കർത്താവ് ഇന്ന് രാത്രി പറയുന്നു, വെയിറ്റ് ചെയ്യ, പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുക. ആ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആകുമ്പോൾ നിന്റെ മുമ്പിലെത്തും. ഞാൻ ആഗ്രഹിക്കുന്നത് നിനക്ക് വേണ്ടി മേൽത്തരമേറിയത്. രാവിലെ പറഞ്ഞ വാക്ക് ഞാൻ ആവർത്തിക്കാം, അതിമഹത്വമായത് തരാൻ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുക. അത് കാണാൻ പറ്റത്തില്ല. അതാ ഇതിനപ്പുറത്താ, ഈ ഭിത്തിക്കപ്പുറത്താ. അവിടെ ദൈവം ചെയ്തുകൊണ്ടിരിക്കുക, പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. അത് കംപ്ലീറ്റ് ആകുമ്പോൾ എന്റെ മുമ്പിലെത്തും. നീ വെയിറ്റ് ചെയ്യാൻ വയ്യാതെ അല്ലേ? അപ്പുറത്തെ മേശയിൽ ശിവൻകുട്ടികളിരിക്കുക, ഇപ്പുറത്തെ മേശയിൽ ഞാനിരിക്കുന്നു അല്ലേ? ഞാൻ ഓർഡർ ചെയ്ത ചിക്കൻ ബിരിയാണിയാണ്, ഇദ്ദേഹം ഓർഡർ ചെയ്ത ചിക്കൻ ബിരിയാണി. ഫസ്റ്റിൽ ഓർഡർ ചെയ്തത് ഞാനാ. ആമേൻ. കൂടെ മറ്റൊരു ഡിഷ് കൂടെ ഒരു ചിക്കൻ്റെ മറ്റൊരു ഡിഷ് കൂടെ ഞാൻ ഓർഡർ ചെയ്തു. ഇദ്ദേഹവും അതുപോലെ സെയിം ഓർഡറാണ് എന്ന് വയ്ക്കുകയാണ്. എനിക്കാണെങ്കിൽ വെയിറ്റ് ചെയ്യാൻ ടൈമില്ല. ഓർഡർ ചെയ്തു, 2 മിനിറ്റായി, 3 മിനിറ്റായി, സാധനം എത്തിയില്ല. 10-15 മിനിറ്റ് എടുക്കും. ആ സൈഡ് ഡിഷ് റെഡിയാകാനേ ഒരു 15 മിനിറ്റ് എടുക്കും എന്ന് വയ്ക്കുക. സ്തോത്രം. എനിക്ക് വെയിറ്റ് ചെയ്യാൻ ടൈമില്ല. ഞാൻ എഴുന്നേറ്റ് പോയി. എന്നാൽ എൻ്റെ മേശയിലേക്ക് സാധനം വന്നപ്പോൾ ഞാനില്ലെങ്കിൽ അത് നേരെ അവിടെ എത്തും എന്ന് വെച്ചാൽ നീ വെയിറ്റ് ചെയ്തില്ലെങ്കിൽ നിന്റെ നന്മ വേറൊരുത്ത കൊണ്ടുപോകും. ഇന്ന് രാത്രി നിനക്ക് വേണമെങ്കിൽ വെയിറ്റ് ചെയ്യേ. യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, നീ എഴുന്നേറ്റ്. അദ്ദേഹം വിചാരിച്ചു എന്നും ഇവിടെ ഇരിക്കാമെന്ന്. എന്നും ഇവിടെ ഈ തോട്ടിൻ്റെ കരയിൽ എൻ്റെ ശുശ്രൂഷ തീർന്നു. ഈ തോട്ടിൻ്റെ കരയിൽ എൻ്റെ മിനിസ്ട്രി തീർന്നു. ഈ തോട്ടിൻ്റെ കരയിൽ എൻ്റെ ലൈഫ് തീർന്നു എന്ന് പറഞ്ഞിരിക്കുമ്പോഴാ ദൈവശബ്ദം വരുന്ന, എഴുന്നേൽക്ക്. ഇന്ന് രാത്രി കർത്താവിനോട് ഇങ്ങനെ പറയുന്നു, ആമേൻ, നിന്നെ ദൈവം ഇന്ന് രാത്രി എഴുന്നേൽപ്പിക്കുന്നു. ഇന്ന് രാത്രി കർത്താവ് നിന്നെ എഴുന്നേൽപ്പിക്കുന്നു. സാരഭാത്തുകൾ ചിലർക്ക് വേണ്ടി ഇന്ന് രാത്രി തുറക്കുന്നു. സാരഭാത്തുകൾ നിനക്ക് വേണ്ടി തുറക്കുന്നു. പുതിയ നിയമത്തിൽ ഈ വാക്യത്തോടുള്ള ബന്ധത്തിൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, സാരഭാത്തിൽ ഒത്തിരി വിധവമാരുണ്ടായിരുന്നില്ലേ? ഒത്തിരി വിധവമാരുണ്ടായിരുന്നു അല്ലേ? അവരുടെ ആരുടെ അടുക്കൽ എന്ത് ചെയ്തില്ല? കർത്താവിന് അറിയാമേ എവിടെ നിന്നെ അയക്കണമെന്നാ, ഏത് വീട്ടിൽ നിന്നെ അയക്കണമെന്ന് കർത്താവിന് നന്നായി അറിയാം. നല്ല രാമൻ പറഞ്ഞേ. സാരഭാത്തിലേക്ക് ചെന്ന് ആദ്യം എന്ത് ചെയ്യണം? ആൻറ്റി എഴുന്നേൽക്കണം, അടുത്ത് ചെല്ലണം. നീ എഴുന്നേറ്റ്
നീ ദൈവാലോചന പ്രകാരം ചെന്നാൽ ദൈവം നിന്നെ നീ അറിയാത്തിടത്ത് പാർപ്പിക്കും. പാർപ്പിക്കും, പാർപ്പിക്കും. പാർക്ക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാണ്: നിനക്ക് വേണ്ടി പാർപ്പിടം അവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. സാരഭാത്തിലേക്ക് ചെന്ന് അവിടെ പാർക്കാം. അടുത്ത വാക്ക് ഭയങ്കര വാക്കാ, ഭയങ്കര ആഴമുള്ളൊരു വാക്കാ. നിന്നെ 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 ഈ പുലർത്തുക എന്ന് വെച്ചാൽ ഞാൻ വിശ്വസിക്കുന്നു പുള്ളിയുടെ കയ്യിൽ 1 മാസത്തെ ഡ്രസ്സ് വല്ലതും ഉണ്ടായിരുന്നോ? ഇപ്പം പ്രശ്നം ആഹാരവും വെള്ളമല്ലേ? ആഹാരവും വെള്ളമല്ലേ ഇപ്പം പ്രശ്നം. പക്ഷെ ദൈവം തമ്പുരാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാ: ഞാൻ നിന്നെ പുലർത്തും എന്ന് വെച്ചാൽ ആഹാരവും വെള്ളവും മാത്രമല്ല, എന്തു വേണമെങ്കിലും. അല്ലേ? ആമേ, ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഹല്ലേലൂയ. ആമേ. സാരവാത്തിലെ വിധവയുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് നീ ജീവിതത്തിൽ കഴിച്ചിട്ടില്ലാത്ത ഭക്ഷണമൊക്കെ ഞാൻ അവിടെ വെച്ച് തരും. ഹല്ലേലൂയ. നീ 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 ഇതുവരെ ജീവിക്കാത്ത രീതിയിൽ ജീവിക്കാൻ തക്കവണ്ണമുള്ള ആമേൻ ചില മണ്ഡലങ്ങൾ ദൈവം ഇന്ന് രാത്രി തുറക്കുന്നു നിന്റെ മുമ്പിൽ. ആമേൻ. സന്തോഷമുള്ളവർ ആമേൻ പറഞ്ഞാട്ട്. ദൈവം കരുതിയാൽ ഇങ്ങനാ, ദൈവം അയച്ചാൽ ഇങ്ങനാ. വിശ്വാസമുള്ള ഹല്ലേലൂയ പറഞ്ഞേ. ഈ മനുഷ്യനോട് ദൈവം പറയുന്നു: നോക്കണേ, നീ ചെന്ന് പാർക്ക്. ഞാനവിടെ വീട് റെഡിയാക്കി കഴിഞ്ഞു. ഞാനവിടെ സാധ്യതകൾ ഞാൻ ഒരുക്കി കഴിഞ്ഞു. ക്രമീകരണങ്ങളെല്ലാം ഞാൻ ക്രമീകരിച്ചു കഴിഞ്ഞു. ചെന്നോ പാർക്ക്. അല്ലേ? അടുത്ത് വായിച്ച് പെട്ടെന്ന് വായിച്ചേ. നിന്നെ പുലർത്തേണ്ടതിന് അവിടെയുള്ള ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. ഞാൻ ആ വാക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ആക്ച്വലി ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? കുട്ടികളെ ഉണ്ടോ? നിങ്ങളൊക്കെ ബൈബിൾ പ്രസംഗിക്കുന്നവരല്ലേ? ഉണ്ടോ? കൽപ്പിച്ചോ? ദൈവം ഒന്നും പറഞ്ഞിട്ടില്ല. ബൈബിൾ വായിച്ചറിയാം. ഒന്നും ദൈവം പറഞ്ഞിട്ടില്ല. അപ്പോൾ ദൈവം കള്ളമാണോ പറഞ്ഞേ? ദൈവത്തിനറിയാം ഇവനോട് ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഇവിടെ നിന്ന് ഇവൻ കുറ്റി മറിച്ചുകൊണ്ട് പോകത്തില്ല. ഇവനല്ലെങ്കിൽ ഇവിടെ ടെൻ്റ് അടിച്ച് കിടക്കും. മനസ്സിലായോ? ഈ ടെൻ്റ് ഇവിടെ നിന്ന് ഇവൻ മാറ്റി അടിക്കണമെങ്കിൽ ഇവനോട് എന്ത് പറയണം? കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറയണം. അല്ലേ? ഇനി ഏലിയാവിനോട് പറഞ്ഞതുപോലെ വിധവയോട് കൽപ്പിച്ചിരുന്നെങ്കിൽ, അല്ലേ? ഞാൻ എൻ്റെ ഭാഷ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് പറഞ്ഞാൽ, ഏലിയാവ് ഒരമ്മയുടെയും തൻ്റെ മക്കളുടെയും കൊലപാതകത്തിന് കാരണക്കാരനാകുമായിരുന്നു. മനസ്സിലായില്ല? ഒന്നുകൂടെ തെളിച്ച് പറയാം. ഏലിയാവ് എത്തുന്നതിന് മുമ്പ് അല്പം മാവുണ്ട്. ആ മാവെടുത്ത് എന്തേലും ഉണ്ടാക്കി ഭക്ഷിച്ചിട്ട് ഇവരെന്ത് ചെയ്യുമായിരുന്നു? നേരത്തെ ജീവനൊടുക്കി കളയുമായിരുന്നു. ആമേൻ. ഏലിയാവിനോട് ദൈവം പോകാൻ പറഞ്ഞു. ഏലിയാവിനോട് ദൈവം കേൾക്കുന്നുണ്ടോ? ഏലിയാവിനോട് ദൈവം പോകാൻ പറഞ്ഞു. അവിടെ ദൈവം ഒന്നും പറഞ്ഞുമില്ല. മനസ്സിലായോ? ഏലിയാവ് അവിടെ ചെല്ലുമ്പോൾ ഈ സഹോദരി വിറക് പറക്കിക്കൊണ്ടിരിക്കുക. എന്തിനാ? അടയുണ്ടാക്കാൻ. വിറക് പറക്കിയപ്പോൾ ഏലിയാവിനെ കണ്ടു. ദൈവമനുഷ്യൻ മുമ്പിൽ വന്ന് നിൽക്കുന്ന കണ്ടപ്പോൾ സന്തോഷത്തോടെ പുള്ളിക്കാരി നിൽക്കുക. എന്തായാലും അവസാനമായിട്ട് എന്ത് ചെയ്യാം? പോകുന്നതിന് മുമ്പ് ഒരു പ്രാർത്ഥന കൂടിയിട്ട്, ഒരു യോഗം കൂടിയിട്ട് പോവാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് പുള്ളിക്കാരിക്ക് മനസ്സിലായി ഇങ്ങനെ ഇപ്പോഴൊന്നും പോകത്തില്ല. ഇപ്പം പോകുമെന്ന് വിചാരിച്ചപ്പോൾ, വെള്ളം കൊടുത്തിട്ട് വിടാമെന്ന് വിചാരിച്ചപ്പോൾ പോകുന്നില്ല. വെള്ളം എടുക്കാൻ വേണ്ടി തിരിഞ്ഞപ്പോൾ ഏലിയാവ് പറയുക, എന്താ താഴോട്ട് വായിച്ചേ.
11 വാക്യം. അവൾ കൊണ്ടുവരുവാൻ പോകുമ്പോൾ ഒരു കഷ്ണം അപ്പം കൂടെ നിന്റെ കയ്യിൽ കൊണ്ടുപോരണമെന്ന് വെള്ളം ചോദിച്ച് നിന്ന മനുഷ്യൻ ഇപ്പൊ പറയാ ഒരു കഷ്ണം അപ്പം കൂടെ കൊണ്ടുവരണം. ഇവക്ക് മനസ്സിലായത് പോകുന്ന ലക്ഷണമില്ല. പുള്ളിക്കല്ലേ അറിയത്തുള്ളൂ എന്നെ ഇവിടെ പാർപ്പിക്കാനാ കൊണ്ടുവന്നേന്ന്. സ്തോത്രം. വായിച്ചേ. നിന്റെ ദൈവമായ യഹോവയാണ് കലത്തിൽ ഒരു പിടി മാവും തുരുത്തിയിൽ അല്പ എണ്ണയും മാത്രമല്ലാതെ എനിക്ക് ഒരു അപ്പവുമില്ല. ഇതാ ഞാൻ 2 വിറക് പെറുക്കുന്നു. ഇത് കൊണ്ടുചെന്ന് എനിക്കും മകനും വേണ്ടി ഒരുക്കി അത് ഞങ്ങൾ തിന്നിട്ട് മരിപ്പാനിരിക്കാമെന്ന് പറഞ്ഞു. ഏലി അവളോട് ഭയപ്പെടേണ്ട, ചെന്ന് നീ പറഞ്ഞതുപോലെ ചെയ്യുക. പറഞ്ഞതുപോലെ ഇന്ന് രാത്രി ദൈവം അയച്ച ദൈവ മനുഷ്യൻ പറയുന്നത് നീ അനുസരിച്ചാൽ നിന്റെ കലത്തിലെ മാവ് കുറയില്ല. ആ ഒരു പിടി മാവ് നീ അറിയാതെ വർദ്ധിക്കുന്നത്. ഞാൻ മുമ്പ് എവിടെയോ ഞാൻ പറഞ്ഞൊരു വെളിപ്പാട് എനിക്ക് ഓർമ്മ വരുന്നു, വചന ഭാഗം എനിക്ക് ഓർമ്മ വരുന്നു. ഇന്ന് ഒരു പിടി പിടിക്കുന്നിടത്ത് എത്ര പിടി പിടിച്ചാലും തീരാത്തത്ര. ഇവിടെ ഉണ്ടോ എല്ലാവരും? ഇന്ന് ഒരു പിടി പിടിക്കുന്നിടത്ത് എത്ര പിടി പിടിച്ചാലും തീരാത്തത്ര മാവ് തരാൻ ദൈവം വിശ്വസ്തനാ. ഇന്ന് അല്പ എണ്ണ എന്ന് പറയുന്നിടത്ത് ഈ എണ്ണ വിൽക്കത്തക്ക നിലയിൽ, ഇന്ന് എണ്ണ അനേകർക്ക് പ്രയോജനപ്പെടത്തക്ക രീതിയിൽ അല്പം എണ്ണയെ വർദ്ധിപ്പിക്കാൻ എൻ്റെ ദൈവം വിശ്വസ്തനാ. കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ദേശത്ത് മഴ പെയ്യാകയാൽ, എന്നാൽ ദേശത്ത് മഴ പെയ്യാകയാൽ കുറേ ദിവസം കഴിഞ്ഞ ശേഷം തോട് വറ്റിപ്പോയി. ഇന്ന് രാത്രിയിൽ വറ്റിയ തോടുകളെ നോക്കിയിരിക്കാനല്ല, ദൈവത്തിൻ്റെ ശബ്ദം നിനക്ക് വേണ്ടി മുഴങ്ങുന്നു. പുതിയ വഴികൾ ഞാൻ നിനക്ക് വേണ്ടി തുറക്കുകയാണ്. യെസ്, തോട് നോക്കിയിരിക്കല്ലേ, വറ്റിയ തോട് നോക്കിയിരിക്കല്ലേ. വഴികൾ നീ അറിയാത്തതുപോലെ നിനക്ക് വേണ്ടി തുറക്കുന്നത്. പ്രാർത്ഥിച്ചെല്ലാവരും ഇന്ന് രാത്രി ദൈവത്തിൻ്റെ കരുതലുകൾ കാണാൻ പോകുന്നു.